ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എമിനൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാസായുധങ്ങളെ കുറിച്ചാണ്, അഥവാ രാസവാതകങ്ങളെ കുറിച്ചാണ്. പ്രധാനമായിട്ടും ഈ പ്രക്ഷോഭ സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന, ലോകമഹായുദ്ധത്തിൽ വരെ ഉപയോഗിച്ചിരുന്ന മാരകമായ രാസായുധങ്ങളെ കുറിച്ചാണ്. വാതകങ്ങളാണ് കേട്ടോ. ഈ എപ്പിസോഡിൽ നമ്മൾ രാസായുധമായിട്ട് ഉപയോഗിച്ചിരുന്ന വാതകങ്ങൾ, അതിൽ 3 കുറിച്ചായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരമായിരിക്കും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എമിനൻസ്. ചിലപ്പോൾ മനഃപൂർവ്വം രാസപദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ കലർത്തി മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കാറുണ്ട്. അതാണ് രാസായുധ പ്രയോഗം. മനുഷ്യർ ഉപയോഗിക്കുന്ന പല മാരക രാസവസ്തുക്കളും രാസായുധങ്ങൾ കൂടിയാണ്, അഥവാ കെമിക്കൽ വെപ്പൺസാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 1-ാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായി ഇവ വ്യാപകമായി പ്രയോഗിച്ചത്. എളുപ്പത്തിൽ ലഭ്യമായിരുന്ന ക്ലോറിൻ, ഫോസ്ജീൻ എന്നിവയും കടുകുവാതകം അഥവാ മസ്റ്റേർഡ് ഗ്യാസുമാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ പ്രധാനമായും ഉപയോഗിച്ചത്. ഇതിൽ ഫോസ്ജീൻ ശ്വാസം മുട്ടിക്കുകയും മസ്റ്റേർഡ് വാതകം തൊലിപ്പുറത്ത് പൊള്ളലുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഏകദേശം 100,000-ഓളം പേരാണ് രാസായുധങ്ങൾ മാത്രം ശ്വസിച്ച് അഥവാ അതു കാരണം കൊല്ലപ്പെട്ടത്. അതിനുശേഷം കർശനമായ രാജ്യാന്തര നിയന്ത്രണങ്ങൾ വന്നതിനാൽ 2-ാം ലോക മഹായുദ്ധ സമയത്ത് രാസായുധ പ്രയോഗം ഉണ്ടായില്ല. എന്നിരുന്നാലും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ മാരക രാസായുധങ്ങൾ പ്രയോഗിച്ചതായി തെളിയിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും തീവ്രവാദ സംഘടനകൾ തുടങ്ങിയവരൊക്കെ ഇന്നും രാസായുധ പ്രയോഗം നടത്താറുണ്ട്. ഇതിൽ ആറ്റം ബോംബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റൊരു വേളയിൽ നമുക്ക് വീഡിയോ ആയി ചെയ്യാം. ടിയർ ഗ്യാസ്, കണ്ണീർ വാതകം. ലോകത്തെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെടുന്നതുമായ ഒരു രാസായുധമാണ് കണ്ണീർ വാതകം. പോലീസ് സർവ്വസാധാരണയായി ഉപയോഗിക്കുന്നതാണിത്. ആൾക്കൂട്ടങ്ങൾ പിരിച്ചുവിടാനും കലാപങ്ങൾ അടിച്ചമർത്തുവാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ടിയർ ഗ്ലാൻഡുമായി അഥവാ കണ്ണീർ ഗ്രന്ഥിയുമായി പ്രവർത്തിച്ച് ആളുകളെ കരയിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. കാര്യം നിസ്സാരമായി തോന്നുമെങ്കിലും ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ് ഇത്. ഉദാഹരണത്തിന്, കണ്ണുകൾക്കും ശ്വാസകോശത്തിനും കടുത്ത വേദന അനുഭവിക്കുക, ശരീരഭാഗങ്ങളിൽ ചൊറിച്ചിലിനും അതുപോലെ തന്നെ രക്തപ്രവാഹത്തിനും കാരണമാകാറുണ്ട് ഇവ. എന്തിനേറെ പറയണം, കാഴ്ച നഷ്ടപ്പെടാൻ വരെ ഇത് കാരണമാകാറുണ്ട്. അടുത്തത് സരിൻ. ഒരു വ്യക്തിയുടെ പേരല്ല കേട്ടോ. മറ്റൊരു മാരകമായ രാസ ആയുധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖ് ഉപയോഗിച്ച രാസായുധമാണ് സരിൻ, അതുപോലെ തന്നെ ടാബുൻ രാസവാതകങ്ങളാണിവ. ഇറാഖാണ് യുദ്ധത്തിൽ ഈ മാരക വിഷം ആദ്യം ഉപയോഗിച്ചത്. പക്ഷേ ഇവയ്ക്ക് മറുമരുന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി ആ കാലത്ത്. കൃത്രിമമായി ഉണ്ടാക്കുന്ന ഓർഗാനോ ഫോസ്ഫറസ് സംയുക്തമാണ് സരിൻ. ജർമ്മൻ ശാസ്ത്രജ്ഞരാണ് ഇത് വികസിപ്പിച്ചെടുത്തത് 1938-ൽ. ഈ ദ്രാവകത്തിന് പ്രത്യേകിച്ച് നിറമോ അഥവാ മണമോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നാഡീവ്യൂഹത്തെ തന്നെ തളർത്തുവാനുള്ള കഴിവുണ്ടായിരുന്നു ഇതിന്. ചെറിയ അളവിൽ ഉപയോഗിച്ചാൽ പോലും വളരെ അപകടകരമായ പ്രത്യാഘാതമാണ് ഉണ്ടാകുന്നത്. ഇത് നേരിട്ട് ശ്വസിച്ചാൽ വെറും 10 മിനിറ്റിനുള്ളിൽ മരണം വരെ സംഭവിക്കുന്നു. ലങ്സിലെ മസിൽസ് അഥവാ പേശികൾ സ്തംഭിച്ച് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിക്കുക. 1997 ഏപ്രിലിൽ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ഈ മാരകവാതകത്തിൻ്റെ ഉൽപ്പാദനവും അതുപോലെ തന്നെ കൈവശം വയ്ക്കലും നിരോധിച്ചു. ടാബുൻ. നാഡികളെ ബാധിക്കുന്ന ഒരു നെർവ് ഏജൻ്റാണ് ടാബുൻ. നേരത്തെ സൂചിപ്പിച്ച സരിൻ പോലെ തന്നെയാണ് ഇതും. വളരെ തീവ്രതയേറിയ രാസായുധമാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ ഇവ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓർഗാനോ ഫോസ്ഫേറ്റ്, അതായത് നാം കീടനാശിനികളും മറ്റും ഉപയോഗിക്കുന്ന സംയുക്തമാണ് ഇതിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ
നെർവ് ഏജൻറ്റുമാരായ ഇവർ സാധാരണ കീടനാശിനികളെക്കാൾ വളരെയധികം മാരകശേഷിയുള്ളവയാണ്. നെർവസ് സിസ്റ്റം അഥവാ നാഡീവ്യൂഹത്തെ തടസ്സപ്പെടുത്തുന്ന അതിൻ്റെ പ്രവർത്തനത്തിന് കോട്ടം ഉണ്ടാക്കുന്നവയാണ് നെർവ് ഏജൻറ്റ് എന്ന് പൊതുവെ വിളിക്കുന്നത്. 1936 ഇതിനെ വികസിപ്പിച്ചെടുത്തത്. കൂടുതൽ ശക്തമായ കീടനാശിനികൾ നിർമ്മിക്കാനുള്ള ഗവേഷണത്തിനിടയിലാണ് ഇവയെ കണ്ടെത്തുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു രാസവാതകങ്ങളെ കുറിച്ചുള്ളത്? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും ഇതുപോലെ കൂടുതൽ വാതകങ്ങൾ ഉള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും നിലവിലെ ഏറ്റവും മാരകമായ 3 കുറിച്ചാണ് പറഞ്ഞത്. അതിൽ കണ്ണിര വാതകത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലേ? നിസ്സാരമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതിൻ്റെ തീവ്രത ഇത്രത്തോളം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായി ഉടനെ കാണാം. ചാനൽ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, സീ യു ലേറ്റർ.